കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന്റെ 4th എഡിഷന്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങളെ പിന്തുണച്ച മാധ്യമങ്ങൾ, ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും പിൻപോലും നൽകിയ പബ്ലിഷേഴ്സ്, ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനം നൽകി കൾച്ചറൽ ഇവന്റ്സ് വിജയിപ്പിച്ച പത്രദൃശ്യ മാധ്യമങ്ങൾ, ഇവരോടെല്ലാം ഈ ഘട്ടത്തിൽ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പൂർണ്ണമായും നിങ്ങളുടെ വിജയമാണ്. KLIBF എന്ന വാക്ക് 4 അക്ഷരം, KLIBF എന്ന 5 അക്ഷരം മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച 5 അക്ഷരമായി മാറി. കേരളത്തിന്റെ അങ്ങ് വടക്ക് കാസർഗോഡ് മുതൽ ഇങ്ങ് തെക്ക് തിരുവനന്തപുരം വരെ എല്ലാ ജനങ്ങളും ഈ ദിവസങ്ങൾ വന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 1 ലക്ഷത്തിലേറെ ആളുകൾ ഈ 7 ദിവസം ഇവിടെ വന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ വിഷയം. ഇതിന്റെ വിശ്വാസ്യതയും ഇതിന്റെ വിജയവും 5 അക്ഷരം KLIBF എന്ന 5 അക്ഷരം മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്, ഈ ജീവനക്കാരുടെ വിജയമാണ്. ഇതൊരാൾക്കും ഇനി ഒരു കാലത്തും ഇത് മാറ്റിവെക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇത് നിങ്ങൾ വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും KLIBFന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാരെയും മാധ്യമങ്ങളെയും ഞങ്ങളുമായി സഹകരിച്ച പ്രസാധകന്മാരെയും ഞങ്ങൾ ക്ഷണിച്ചപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാംസ്കാരിക പ്രവർത്തകരെയും കവികളെയും എഴുത്തുകാരെയും അതുപോലെ ഞങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ സഹകരിച്ച വിവിധ ചാനലുകളുടെ ഇവന്റുകാരെയും എല്ലാം സ്പീക്കറുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിയമസഭാ സ്പീക്കർക്കും ഇത്തരം ഒരു യാത്ര പിരിവച്ചിട്ടുണ്ടാവില്ല. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ KLIBFന്റെ 4th എഡിഷൻ AN ഷംസീറിനും ടീമിനും കേരള നിയമസഭ നൽകുന്ന ഒരു യാത്രയപ്പാണ്. ഇത്ര മനോഹരമാണ്, ഒരുപക്ഷെ വികാരപരമായി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്ര മനോഹരമായി നിങ്ങൾ KLIBF സംഘടിപ്പിച്ചു. ഒരുപക്ഷെ ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഞാൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിന്റെ സംഘാടന മികവിന്റെ വിജയമാണെന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിജയമാണിത്. KLIBFന്റെ 5th എഡിഷൻ സ്വാഭാവികമായി സംഘടിപ്പിക്കപ്പെടും. അത് സംഘടിപ്പിക്കപ്പെടുമ്പം ഇത് തലപ്പത്തിരിക്കുന്ന വ്യക്തി വേറൊരു എക്സ് ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് എന്നെക്കാൾ മനോഹരമായി ഇത് സംഘടിപ്പിക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ സംഘാടന മികവ്, 4th എഡിഷന്റെ ന്യൂനത, ആ ന്യൂനത നിങ്ങൾ കണ്ടെത്തി അതുകൂടി പരിഹരിച്ച് 5th എഡിഷൻ മനോഹരമായി സംഘടിപ്പിക്കാൻ കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് സാധിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്.